cbse 8ാം ക്ലാസ് ഹിസ്റ്ററി 6ാമത്തെ ചാപ്റ്റർ വീവേഴ്സ്, അയൺ സ്മെൽറ്റേഴ്സ് ആൻഡ് ഫാക്ടറി ഓണേഴ്സ്. അതിൻ്റെ 2ാമത്തെ പാർട്ടാണ്. ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇൻ യൂറോപ്യൻ മാർക്കറ്റ്സ്. യൂറോപ്യൻ മാർക്കറ്റിലെ ഇന്ത്യൻ ടെക്സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. ബൈ ദ ഏർലി 18th സെഞ്ച്വറിയുടെ തുടക്കത്തിൽ worried by popularity of Indian textiles, wool and silk makers in England began protesting against the import of Indian cotton textiles. അപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിൻ്റെ പോപ്പുലാരിറ്റിയും ഇന്ത്യൻ വൂളിൻ്റെ വൂളും സിൽക്ക് മേക്കേഴ്സ് ഇൻ ഇംഗ്ലണ്ടിലെ ഈ മേക്കേഴ്സ്, ഈ ടെക്സ്റ്റൈൽ മേക്കേഴ്സ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു എഗെയിൻസ്റ്റ് ദ ഇമ്പോർട്ട് ഓഫ് ഇന്ത്യൻ കോട്ടൺ ടെക്സ്റ്റൈൽസ്. ഇന്ത്യയിലെ കോട്ടൺ തുണിത്തരങ്ങൾ അവിടെ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിലെ ഈ തുണികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇൻ 1720 ബ്രിട്ടീഷ് ഗവൺമെൻറ് enacted a legislation banning the use of printed cotton textiles. അപ്പോൾ പ്രിൻറ്റഡ് കോട്ടൺ ടെക്സ്റ്റൈൽസിൻ്റെ യൂസ്, അതിൻ്റെ ഉപയോഗം ബാൻ ചെയ്തുകൊണ്ട് ഒരു റൂള് കൊണ്ടുവന്നു, നിയമം കൊണ്ടുവന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് 1720. അത് മെയിനായിട്ട് ചിൻസിനെ തടഞ്ഞുകൊണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ ചിൻസ് എന്ന ആ തുണിത്തരത്തിൻ്റെ, ആ കോട്ടൺ ടെക്സ്റ്റൈലിൻ്റെ, പ്രിൻറ്റഡ് കോട്ടൺ ടെക്സ്റ്റൈൽസിൻ്റെ ഉപയോഗത്തെ ബാൻ ചെയ്തുകൊണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ദിസ് ആക്ട് വാസ് ഓൾസോ നോൺ ആസ് കാലിക്കോ ആക്ട്. ഈ ആക്ട് കാലിക്കോ ആക്ടാണ് എന്നാണ് അറിയപ്പെട്ടത്. അറ്റ് ദിസ് ടൈം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഹാഡ് ജസ്റ്റ് ബിഗൺ ടു ഡെവലപ്പ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ആ സമയം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അൺഏബിൾ ടു കമ്പീറ്റ് വിത്ത് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ഇന്ത്യൻ ടെക്സ്റ്റൈലുമായിട്ട്, ഇന്ത്യൻ തുണിത്തരങ്ങളുമായിട്ട് അതിന് മത്സരിക്കുക അപ്പോൾ സാധ്യമായിരുന്നില്ല ആ സമയം. ഇംഗ്ലീഷ് പ്രൊഡ്യൂസേഴ്സ് വാണ്ടഡ് എ സെക്യൂർ മാർക്കറ്റ് വിത്തിൻ ദ കൺട്രി. അതായത് ഇംഗ്ലീഷ് ഈ കോട്ടൺ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് അവരുടെ കൺട്രിയിൽ ഒരു സേഫായിട്ടുള്ളൊരു മാർക്കറ്റ് വേണം. ബൈ പ്രിവെൻറ്റിംഗ് ദ എൻട്രി ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ഇന്ത്യൻ ടെക്സ്റ്റൈൽസിനെ, ഇന്ത്യൻ തുണിത്തരങ്ങൾ അവരുടെ മാർക്കറ്റിൽ, അവരുടെ രാജ്യത്ത് എത്തരുത്. The first to grow under government protection was the calico printing industry. കാലിക്കോ പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രി ആയിരുന്നു ഈ നിയമം കൊണ്ടുവന്നത് പിന്നെ അവിടെ ആദ്യമായിട്ട് ഗ്രോ ചെയ്തു വന്നത്, വളർന്നു വന്നത്. ഇന്ത്യൻ ഡിസൈൻസ് വെർ നൗ ഇമിറ്റേറ്റഡ് ആൻഡ് പ്രിൻറ്റഡ് ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ആ ഇന്ത്യൻ ഡിസൈൻസിനെ കോപ്പി അടിച്ച് അതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഈ കാലിക്കോ പ്രിൻറ്റിംഗ് ഇൻഡസ്ട്രി വളർന്നു വന്നു. ഓൺ വൈറ്റ് മസ്ലിനിലാണ് ഈ കാലിക്കോ അല്ലെങ്കിൽ ഈ ഡിസൈൻസ് ഇമിറ്റേറ്റ് ചെയ്ത, കോപ്പി അടിച്ച ഈ ഡിസൈനെല്ലാം അവർ പ്രിൻ്റ് ചെയ്തത്. അല്ലെങ്കിൽ പ്ലെയിൻ അൺബ്ലീച്ച്ഡ് ഇന്ത്യൻ ക്ലോത്തിൽ അൺബ്ലീച്ച് ചെയ്ത ഇന്ത്യൻ ക്ലോത്തിലും അല്ലെങ്കിൽ വൈറ്റ് മസ്ലിനിലും ഒക്കെയാണ് അവർ ആ ഇന്ത്യൻ ഡിസൈൻസ് അതേപോലെ തന്നെ അടിച്ചു വെച്ചത്. Competition with Indian textiles also led to search for technological innovation. അങ്ങനെ ഇന്ത്യൻ ടെക്സ്റ്റൈലുമായിട്ട്, ഇന്ത്യൻ തുണിത്തരങ്ങളുമായിട്ട് വളരെയധികം മത്സരിക്കേണ്ടി വന്നു ഇംഗ്ലണ്ടിലെ കമ്പനിക്കാർക്കും. അപ്പോൾ അവർ ആലോചിച്ചതാണ്, അവർ ചിന്തിച്ചു ഒരു ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ, അവരുടെ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരാനായിട്ട്. ഇൻ 1764 the spinning jenny was invented by John Kay, which increased the productivity of the traditional spindles. അപ്പോൾ 1764 സ്പിന്നിങ് ജെന്നി അത് ഇൻവെൻറ്റ് ചെയ്തു ജോൺ കെ. അത് ഈ ട്രഡീഷണൽ സ്പിൻഡിൽസ് അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് നെയ്ത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി അത് കൂട്ടി. സ്പിന്നിങ് ജെന്നി എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്. എ മെഷീൻ ബൈ വിത്ത് എ സിംഗിൾ വർക്കർ വുഡ് ഓപ്പറേറ്റ് സെവറൽ സ്പിൻഡിൽസ്. അപ്പോൾ ഒരു വർക്കർ ഒരുപാട് നെയ്ത്ത് അല്ലെങ്കിൽ ഒരുപാട് മെഷീനുകൾ, ഒരു മെഷീനാണ് സംഭവം, അതിൽ ഒരു വർക്കർ ഒരുപാട് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മെഷീനെയാണ് പറയുന്നത് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത്. ആ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതോടെ ചെറിയ സമയം കൊണ്ട്, കുറച്ച് സമയം കൊണ്ട് ഒരുപാട്
ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി തുടങ്ങി. ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ ബൈ റിച്ചർഡ് ആർക്രൈറ്റ് ഇൻ 1786 ആയപ്പോഴേക്കും റിച്ചർഡ് ആർക്രൈറ്റ് സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചു. സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചപ്പോൾ ഇറ്റ് റെവല്യൂഷനൈസ്ഡ് കോട്ടൺ ടെക്സ്റ്റൈൽ വീവിങ്. കോട്ടൺ ടെക്സ്റ്റൈൽ വീവിങ്ങിൽ ഒരുപാട് മുന്നേറ്റം ഉണ്ടായി. ക്ലോത്ത് വുഡ് നൗ ബി woven in immense quantities and cheaply too. അപ്പോൾ ക്ലോത്ത് നെയ്തെടുക്കാം ഒരുപാട് ക്വാണ്ടിറ്റി, ഇമ്മെൻസ് ക്വാണ്ടിറ്റിയിലും അതുപോലെ തന്നെ വളരെ ചീപ്പായിട്ടും നെയ്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയായി. However, Indian textiles continued to dominate world trade till the end of 18th century. 18th centuryയുടെ അവസാനം വരെ എന്നിരുന്നിട്ടും ഇതൊക്കെ ഈ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായിട്ടും ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ഇന്ത്യൻ തുണിത്തരങ്ങൾ ഡോമിനേറ്റ് ചെയ്തു ടിൽ ദ എൻഡ് ഓഫ് 18th century. 18th centuryയുടെ അവസാനം വരെ. യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ്, ദ ഡച്ച്, ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് മെയ്ഡ് എനോമസ് പ്രോഫിറ്റ്സ് ഔട്ട് ഓഫ് ദിസ് ഫ്ലറിഷിംഗ് ട്രേഡ്. ഈ കച്ചവടത്തിൽ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലണ്ടുകാരും ഒക്കെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി. ദീസ് കമ്പനീസ് പർച്ചേസ്ഡ് കോട്ടൺ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽസ് ഇൻ ഇന്ത്യ ബൈ ഇമ്പോർട്ടിംഗ് സിൽവർ. സിൽവർ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് സിൽവർ അവിടെ നിന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവരും, ഇന്ത്യക്കാർക്ക് ഈ സിൽവർ കൊടുക്കും, എന്നിട്ട് അവർ കോട്ടണും സിൽക്കും ഇന്ത്യക്കാരിൽ നിന്ന് വാങ്ങിക്കും. അതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ബട്ട് ആസ് യു നോ, ചാപ്റ്റർ 2 നമ്മൾ പഠിച്ചു, വെൻ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗെയിൻഡ് പൊളിറ്റിക്കൽ പവർ ഇൻ ബംഗാളിലെ പവർ അവർ പിടിച്ചെടുത്തപ്പോൾ ഇറ്റ് നോ ലോങ്ങർ ഹാഡ് ടു ഇമ്പോർട്ട് പ്രീഷ്യസ് മെറ്റൽ ടു ബൈ ഇന്ത്യൻ ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നില്ല. സിൽവറോ പ്രീഷ്യസ് മെറ്റൽ ഒന്നും ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ബംഗാൾ കീഴടക്കി. ബംഗാളിൻ്റെ കൺട്രോൾ ഇപ്പോൾ അവരുടെ കയ്യിലാണ്. ഇൻസ്റ്റെഡ് ദേ കളക്റ്റഡ് റവന്യൂസ് ഫ്രം പെസൻസ് ആൻഡ് ജമീന്ദാർസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പെസൻസിൽ നിന്നും, കൃഷിക്കാരിൽ നിന്നും, ജന്മിമാരിൽ നിന്നും അവർ റവന്യൂ കളക്ട് ചെയ്തു. ആൻഡ് യൂസ്ഡ് ദിസ് റവന്യൂ ടു ബൈ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്. ഇന്ത്യൻ തുണിത്തരങ്ങൾ വാങ്ങിക്കാനായിട്ട് ആ റവന്യൂ തന്നെ അവർ യൂസ് ചെയ്തു. ഇപ്പോൾ ഈ ഫിഗർ 7 സീ വ്യൂ ഓഫ് ദ ഡച്ച് സെറ്റിൽമെൻറ്റ് ഇൻ കൊച്ചിൻ. 17th century കൊച്ചിയിലെ ഒരു ഡച്ച് സെറ്റിൽമെൻറ്റാണ് ഈ ഫിഗറിൽ കാണുന്നത്. ആസ് യൂറോപ്യൻ ട്രേഡ് എക്സ്പാൻഡ് ചെയ്ത് വന്നതോടെ ട്രേഡിംഗ് സെറ്റിൽമെൻറ്റ്സ്, ഇങ്ങനെ ട്രേഡ് ചെയ്യാനായിട്ടുള്ള സെറ്റിൽമെൻറ്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റുമൊക്കെ അവർ ഡെവലപ്പ് ചെയ്തു. എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് വേരിയസ് പോർട്ട്സ്, പല തുറമുഖങ്ങളിലും അങ്ങനെ അവർ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഒരു ഡച്ച് സെറ്റിൽമെൻറ്റ് കൊച്ചിയിലും വന്നു 17th century. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റിലെല്ലാം ചുറ്റും ഒരു വലിയ കോട്ടയം ഉണ്ടാവും. അങ്ങനെ അതിന് ചുറ്റും ഫോർട്ടിഫിക്കേഷനും കാണാൻ പറ്റും. ഇതൊരു ഇന്ത്യയുടെ മാപ്പാണ്. ഇന്ത്യയുടെ മാപ്പിൽ പല സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീവിങ് സെൻറ്റേഴ്സാണ് അത്. 1500 മുതൽ 1750 വരെയുള്ള മെയിനായിട്ടുള്ള വീവിങ് സെൻറ്റേഴ്സ്, ഇന്ത്യയിലെ വീവിങ് സെൻറ്റേഴ്സിനെ കുറിച്ചാണ് ഈ ഉള്ള മാപ്പായിരുന്നു അത്. If you look at the map, you will notice that textile production was concentrated in 4 regions in the early 19th century. early 19th century 4 റീജിയൻസിലാണ് ഈ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, തുണിത്തരങ്ങളുടെ പ്രൊഡക്ഷൻ ഒരുപാട് നടന്നിരുന്നത്. ബംഗാൾ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ്. ബംഗാളായിരുന്നു. ഇവിടെയാണ് ബംഗാളായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് പ്രൊഡക്ഷൻ സെൻറ്റർ. ലൊക്കേറ്റഡ് എലോങ് ദ ന്യൂമറസ് റിവേഴ്സ് ഇൻ ദ ഡെൽറ്റ. ആ ഡെൽറ്റയിലെ ബംഗാളിലെ പല റിവേഴ്സിൻ്റെയും അതിൻ്റെ സൈഡിലായിരുന്നു ഈ സെൻറ്റേഴ്സ് എല്ലാം. ദ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഇൻ ബംഗാൾ കുഡ് ഈസിലി ട്രാൻസ്പോർട്ട് ഗുഡ്സ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ്. അങ്ങനെ ആ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിൽ നിന്ന് ചരക്കുകൾ ദൂരെയുള്ള സ്ഥലങ്ങളിലോട്ട് ഈസി ആയിട്ട് അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ഇൻ ദ ഏർലി 19th century റെയിൽവേസ് ഹാഡ് നോട്ട് ഡെവലപ്ഡ്. റെയിൽവേസ് ഡെവലപ്പ് ആയിരുന്നില്ല ആ സമയത്ത്, ഏർലി 19th century. അതുപോലെ തന്നെ റോഡ്സ് വെയർ ഓൺലി ജസ്റ്റ് ബിഗിനിങ് ടു ബി ലേഡ് ഓൺ എൻ എക്സ്റ്റെൻസീവ് സ്കെയിൽ. ഒരുപാട് എക്സ്റ്റെൻസീവ് സ്കെയിലിൽ റോഡ്സ് ഉണ്ടാക്കി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് വെള്ളത്തിലൂടെ, ബോട്ടുകളിലൂടെ, ഷിപ്പിലൂടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുക, അത് മാത്രമായിരുന്നു. അപ്പോൾ ഢാക്ക ഇൻ ഈസ്റ്റേൺ ബംഗാൾ, നവ് ബംഗ്ലാദേശ്, ഢാക്ക ഇപ്പോൾ ഢാക്ക എന്ന് പറയുന്ന ഢാക്ക
ഈസ്റ്റേൺ ബംഗാളിൽ, ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ, വാസ് ദ ഫോർമോസ്റ്റ് ടെക്സ്റ്റൈൽ സെൻറ്റർ ഇൻ ദ 18th സെഞ്ച്വറിയിലെ ഏറ്റവും ആദ്യത്തെ വളരെ മെയിനായിട്ടുള്ള ഒരു സെൻറ്ററായിരുന്നു ഈ ഢാക്ക. ഇറ്റ് വാസ് ഫേമസ് ഫോർ മുൽമുൽ ആൻഡ് ജാംദാനി വീവിങ്. മുൽമുൽ വീവിങ്ങിലും ജാംദാനി വീവിങ്ങും ഒക്കെ അതിന് ഫേമസ് ആയിരുന്നു ഈ ഢാക്ക. ഇഫ് യു ലുക്ക് അറ്റ് ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ, സദേൺ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇൻ ദ മാപ്പ് യു വിൽ സീ എ സെക്കൻഡ് ക്ലസ്റ്റർ ഓഫ് കോട്ടൺ വീവിങ് സെൻറ്റേഴ്സ് അലോങ് ദ കോറമണ്ടൽ കോസ്റ്റ് സ്ട്രെച്ചിങ് ഫ്രം മദ്രാസ് ടു നോർത്തേൺ ആന്ധ്രാപ്രദേശ്. മദ്രാസ് തൊട്ട് നോർത്തേൺ ആന്ധ്രാപ്രദേശ് വരെ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് സെൻറ്റേഴ്സ് കാണാൻ പറ്റും. ഓൺ ദ വെസ്റ്റേൺ കോസ്റ്റ് ദർ വെർ ഇമ്പോർട്ടൻറ്റ് വീവിങ് സെൻറ്റേഴ്സ് ഇൻ ഗുജറാത്ത്. ഈ വെസ്റ്റേൺ ഈ സൈഡിൽ ഗുജറാത്തിൽ അങ്ങനെ ഒരുപാട് സെൻറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും, വീവിങ് സെൻറ്റേഴ്സ്. ഓക്കെ, അങ്ങനെ ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള വീവിങ് സെൻറ്റേഴ്സ്. അതിൻ്റെ മാപ്പ് നമ്മൾ കണ്ടു, അതിലെ സ്ഥലങ്ങളും കണ്ടു. ഹൂ വർ ദ വീവേഴ്സ്? ആരായിരുന്നു ഈ വീവേഴ്സ്? വീവേഴ്സ് എന്ന് പറഞ്ഞാൽ നെയ്ത്തുകാർ ആരായിരുന്നു? വീവേഴ്സ് ഓഫൻ ബിലോങ് ടു ദ കമ്മ്യൂണിറ്റീസ് ദാറ്റ് സ്പെഷ്യലൈസ്ഡ് ഇൻ വീവിങ്. നെയ്ത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത കമ്മ്യൂണിറ്റീസാണ് ഈ വീവേഴ്സ്. ദിയർ സ്കിൽസ് വർ പാസ്ഡ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലോട്ട് അവരുടെ സ്കില്ല് അവർ പാസ് ചെയ്ത് കൊടുക്കും. അച്ഛൻ മകനെ പഠിപ്പിക്കും, മകൻ്റെ മകനെ പഠിപ്പിക്കും, അങ്ങനെ. താന്തി വീവേഴ്സ് ഓഫ് ബംഗാളിലെ വീവേഴ്സാണ് താന്തി. ദി ജുലാസ് ആൻഡ് മോമിൻ വീവേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യയിലെ വീവേഴ്സിനെ പറയുന്നതാണ് ജുലാസ് ആൻഡ് മോമിൻ. സലെ ആൻഡ് കേഖോലാർ ആൻഡ് ദേവാങ്സ് ഓഫ് സൗത്ത് ഇന്ത്യയിലെയാണ് സലെ, കേഖോലാർ ആൻഡ് ദേവാങ്സ് ആർ സം ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ഫേമസ് ഫോർ വീവിങ്. ഈ നെയ്ത്തിന് ഫേമസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസാണ് അവർ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ വാസ് സ്പിന്നിങ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്പിന്നിങ് ആണ്. വർക്ക് ഡൺ മോസ്റ്റ്ലി ബൈ വിമൻ. പെണ്ണുങ്ങളാണ് അത് അധികം, സ്ത്രീകളാണ് അത് അധികവും ചെയ്യുക. ചർക്ക ആൻഡ് ടക്ലി വെർ ഹൗസ് ഹോൾഡ് സ്പിന്നിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ചർക്ക കേട്ടിട്ടുണ്ടാവും. ചർക്ക കറങ്ങുന്ന ചക്രം പോലെയുള്ള ചർക്ക, അതുപോലെ തന്നെ ടക്ലി എന്ന് പറയുന്നത് നൂല് ചുറ്റുന്ന സാധനമാണ് ടക്ലി. അതാണ് ഹൗസ് ഹോൾഡ് സ്പിന്നിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. ദ ത്രെഡ് വാസ് സ്പൺ ഓൺ ദ ചർക്കയിൽ ഈ നൂല് ചുറ്റും, അതുപോലെ തന്നെ റോൾഡ് ഓൺ ദ ടക്ലിയിൽ ഇങ്ങനെ ചുറ്റി വയ്ക്കും. വെൻ ദ സ്പിന്നിങ് വാസ് ഓവർ ദ ത്രെഡ് വാസ് വൂവൺ ഇൻ ടു ക്ലോത്ത് ബൈ ദ വീവറാണ്, നെയ്ത്തുകാരനാണ് ഈ ത്രെഡിനെ ക്ലോത്താക്കി മാറ്റുന്നത്. ദ മോസ്റ്റ് കമ്മ്യൂണിറ്റീസ് വീവിങ് വാസ് എ ടാസ്ക് ഡൺ ബൈ മെൻ. പുരുഷന്മാരാണ് വീവിങ് നെയ്ത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ കളേർഡ് ടെക്സ്റ്റൈൽസ് ത്രെഡ് വാസ് ഡൈഡ് ബൈ ദ ഡയറാണ് ഈ കളറുള്ള തുണിത്തരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ത്രെഡിനെ കളർ ചെയ്യുന്നത്. ആ കളർ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് റംഗ് റേസ്. ഫോർ പ്രിൻറ്റഡ് ക്ലോത്ത് ദ വീവേഴ്സ് നീഡഡ് ദ ഹെൽപ്പ് ഓഫ് ദ സ്പെഷ്യലിസ്റ്റ് ബ്ലോക്ക് പ്രിൻറ്റേഴ്സ് നോൺ ആസ് ചിപ്പിഗാർസ്. അതായത് പ്രിൻ്റ് ചെയ്യുന്ന പ്രിൻറ്റേഴ്സിന് ഓരോ ഡിസൈനെല്ലാം പ്രിൻ്റ് ചെയ്യുന്ന ആളെ പറയുന്നത് ചിപ്കാർസ്. ഹാൻഡ്ലൂം വീവിങ് ആൻഡ് ഓക്കുപ്പേഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് പ്രൊവൈഡഡ് ലൈവ്ലിഹുഡ് ഫോർ മില്യൻസ് ഓഫ് ഇന്ത്യൻസിന് ഈ പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഹാൻഡ്ലൂം വീവിങ്, ഈ നെയ്ത്തിലൂടെ ഒരുപാട് പേര് അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നുണ്ടായിരുന്നു. ഈ ഫിഗർ 9 കാണിക്കുന്നത് എ താന്തി വീവർ ഓഫ് ബംഗാളിലെ താന്തി വീവറിനെയാണ് കാണിക്കുന്നത്, പെയിൻറ്റഡ് ബൈ ബെൽജിയൻ പെയിൻറ്റർ. ഓക്കെ, നൗ ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ തുണിത്തരങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു വന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ നോക്കുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോട്ടൺ ഇൻഡസ്ട്രീസ് ഇൻ ബ്രിട്ടൻ അഫക്റ്റഡ് ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസേഴ്സ് ഇൻ ഇന്ത്യ ഇൻ സെവറൽ വേയ്സ്. പല വിധത്തിലും ഈ ബ്രിട്ടനിൽ വന്ന കോട്ടൺ ഇൻഡസ്ട്രിയിൽ വന്ന ഡെവലപ്മെൻറ്റ്സ് അഫക്റ്റ് ചെയ്തു നമ്മുടെ ഇന്ത്യയിലുള്ള വീവേഴ്സിനെ. ഫസ്റ്റ്, Indian textiles now had to compete with British textiles in the European and American markets. അമേരിക്കൻ മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും ബ്രിട്ടീഷ് തുണിത്തരങ്ങളുമായിട്ട് ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് മത്സരിക്കേണ്ടി വന്നു. അതൊരു ചാലഞ്ച്.
സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിംഗ് ടെക്സ്റ്റൈൽസ് ടു ഇംഗ്ലണ്ട് ഓൾസോ ബിക്കെയിം ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ട് സിൻസ് വെരി ഹൈ ഡ്യൂട്ടീസ് വെർ ഇമ്പോസ്ഡ് ഓൺ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ടഡ് ടു ബ്രിട്ടൻ. ബ്രിട്ടനിലോട്ട് കയറ്റി അയക്കുന്ന, ബ്രിട്ടനിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന് ഒരുപാട് ഹെവി ഡ്യൂട്ടി ഇല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇത് രണ്ടും വളരെ വലിയ ഒരു ലോസ് തന്നെയായിരുന്നു ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന്. ബൈ ദ ബിഗിനിങ് ഓഫ് ദ 19th century തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ് മെയ്ഡ് കോട്ടൺ ടെക്സ്റ്റൈൽ സക്സസ്ഫുള്ളി ഓസ്റ്റഡ് ഇന്ത്യൻ ഗുഡ്സ് ഫ്രം ദെയർ ട്രഡീഷണൽ മാർക്കറ്റ്സ് ഇൻ ആഫ്രിക്ക, അമേരിക്ക ആൻഡ് യൂറോപ്പ്. ആഫ്രിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റ് ഡള്ളായി ഈ ഇന്ത്യൻ ടെക്സ്റ്റൈൽസിനുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷ് ടെക്സ്റ്റൈൽസ്, ഇംഗ്ലീഷ് കോട്ടൺ ടെക്സ്റ്റൈൽസാണ് അവിടെ കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത്. Thousands of weavers in India were now thrown out of employment. ആയിരക്കണക്കിന് ഇന്ത്യയിലെ നെയ്ത്തുകാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ബംഗാൾ വീവേഴ്സ് were the worst hit. ബംഗാൾ വീവേഴ്സിനായിരുന്നു ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടായത്. എല്ലാവരുടെയും ജോലി പോയി. ഇംഗ്ലീഷ് ആൻഡ് യൂറോപ്യൻ കമ്പനീസ് സ്റ്റോപ്ഡ് ബൈയിങ് ഇന്ത്യൻ ഗുഡ്സ്. ഇംഗ്ലീഷ് കമ്പനികളും യൂറോപ്യൻ കമ്പനികളും അവർ ഇന്ത്യൻ ഗുഡ്സ് വാങ്ങിക്കുന്നത് നിർത്തിവെച്ചു. ആൻഡ് ദിയർ ഏജൻറ്റ്സ് നോ ലോങ്ങർ ഗേവ് ഔട്ട് അഡ്വാൻസസ് ടു ദ വീവേഴ്സ് ടു സെക്യൂർ സപ്ലൈസ്. അപ്പോൾ അവർ ഈ വീവേഴ്സിന്, നെയ്ത്തുകാർക്ക് അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കുമായിരുന്നു. അതൊന്നും കൊടുക്കാതായി. ഡിസ്ട്രസ്ഡ് വീവേഴ്സ് റോട്ട് പെറ്റീഷൻ ടു ദ ഗവൺമെൻറ് ടു ഹെൽപ്പ് ദം. അങ്ങനെ ബുദ്ധിമുട്ടിലായ നെയ്ത്തുകാർ ഗവൺമെൻറ്റിന് പെറ്റീഷൻ അല്ലെങ്കിൽ പരാതികളെല്ലാം കൊടുത്തു. ബട്ട് വേഴ്സ് വാസ് സ്റ്റിൽ കം. ഇനിയും കൂടുതലും ദുരിതം വരാൻ പോകുന്നത് ഉണ്ടായിരുന്നുള്ളൂ. ബൈ 1830s 1830 ബ്രിട്ടീഷ് കോട്ടൺ ക്ലോത്ത് ഫ്ലഡഡ് ദ ഇന്ത്യൻ മാർക്കറ്റ്സ്. ഈ ബ്രിട്ടീഷിലെ കോട്ടൺ ക്ലോത്തുകൾ ഇന്ത്യൻ മാർക്കറ്റ് നിറയെ ബ്രിട്ടീഷ് ക്ലോത്തുകളായി, ബ്രിട്ടീഷ് തുണിത്തരങ്ങളായി. ഇൻഫാക്ട് ഇൻ 1880s 1880 2/3 of all cotton clothes worn by Indians were made of cloth produced in Britain. 2/3 വസ്ത്രങ്ങൾ, ഇന്ത്യക്കാർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മൊത്തം എവിടെ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു? ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്ത, ആ മെഷീനുകളിൽ പ്രൊഡ്യൂസ് ചെയ്ത ക്ലോത്തുകളായിരുന്നു ഇന്ത്യക്കാർ 1880 ധരിച്ചിരുന്നത്. മെജോറിറ്റി ബ്രിട്ടീഷ് ക്ലോത്തുകളായിരുന്നു. ദിസ് അഫക്റ്റഡ് നോട്ട് ഓൺലി ദ സ്പെഷ്യലിസ്റ്റ് വീവേഴ്സ് ബട്ട് ഓൾസോ സ്പിന്നേഴ്സ്. അപ്പോൾ വീവേഴ്സിനെയും സ്പിന്നേഴ്സിനെയും ഒക്കെ അത് ബാധിച്ചു. തൗസൻഡ്സ് ഓഫ് റൂറൽ വുമൻ ഹൂ മെയ്ഡ് എ ലിവിങ് ബൈ സ്പിന്നിങ് കോട്ടൺ ത്രെഡ് വെർ റെൻഡേർഡ് ജോബ്ലെസ്. ആയിരക്കണക്കിന് സ്ത്രീകൾ, സ്പിന്നിങ് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾക്കും ജോലി നഷ്ടപ്പെട്ടു. ഹാൻഡ്ലൂം വീവിങ് ഡിഡ് നോട്ട് കംപ്ലീറ്റ്ലി ഡൈ ഇൻ ഇന്ത്യ. ഹാൻഡ്ലൂം വീവിങ്, കൈത്തറി വസ്ത്രങ്ങൾ, കൈകൊണ്ട് നെയ്തുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ, അത് അത്ര അധികം അതിനെ അഫക്റ്റ് ചെയ്തില്ല. ദിസ് വാസ് ബിക്കോസ് സം ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് കുഡ് നോട്ട് ബി സപ്ലൈഡ് ബൈ മെഷീൻസ്. എന്താണെന്ന് വെച്ചാൽ ആ തുണിത്തരങ്ങളൊന്നും മെഷീൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയതല്ല, അത് കൈകൊണ്ട് തന്നെ നെയ്തുണ്ടാക്കണം. അതുകൊണ്ട് അത് അഫക്റ്റ് ചെയ്തില്ല. ആൻഡ് how could machines produce sarees with intricate borders or clothes with traditional woven patterns? ട്രഡീഷണലായ woven pattern, നെയ്ത പാറ്റേണും അതുപോലെ തന്നെ സാരികൾ, ബോർഡേഴ്സുള്ള സാരികളൊന്നും ആ മെഷീനിൽ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. ദീസ് ഹാഡ് എ വൈഡ് ഡിമാൻഡ് നോട്ട് ഓൺലി എമംഗ്സ്റ്റ് റിച്ച് ബട്ട് ഓൾസോ എമംഗ്സ്റ്റ് ദ മിഡിൽ ക്ലാസ്. പണക്കാരിൽ മാത്രമല്ല, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് ആൾക്കാർക്കും ഈ ഇങ്ങനെയുള്ള കൈകൊണ്ട് നെയ്ത ഹാൻഡ്ലൂം സാരികളും ടെക്സ്റ്റൈൽസും എല്ലാവർക്കും വളരെ ഡിമാൻഡായിരുന്നു. നോട്ട് ഡിഡ് ദ ടെക്സ്റ്റൈൽ മാനുഫാക്ചേഴ്സ് ഇൻ ബ്രിട്ടൻ പ്രൊഡ്യൂസ് എ വെരി ക്വയാസ് ക്ലോത്ത്സ് യൂഷ്വലി യൂസ്ഡ് ബൈ പുവർ പീപ്പിൾ ഇൻ ഇന്ത്യ. ഈ ഇന്ത്യയിലെ പാവങ്ങൾ ധരിക്കുന്ന ഹാർഡായിട്ടുള്ള കട്ടിയുള്ള ക്ലോത്തൊന്നും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുമായിരുന്നില്ല. യു മസ്റ്റ് ഹാവ് ഹേർഡ് ഓഫ് സോലാപൂർ ഇൻ വെസ്റ്റേൺ ഇന്ത്യ. വെസ്റ്റേൺ ഇന്ത്യയിലെ സോലാപൂരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. മധുര ഇൻ സൗത്ത് ഇന്ത്യയിലെ മധുരയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. ദീസ് ടൗൺസ് എമേഴ്സ്ഡ് ആസ് ഇമ്പോർട്ടൻറ്റ് ന്യൂ സെൻറ്റേഴ്സ് ഓഫ് വീവിങ് ഇൻ ദ ലേറ്റ് 19th century. ലേറ്റ് 19th centuryയിൽ ഇത് മെയിനായിട്ട്
ഡെവലപ്പ് ചെയ്തു വന്ന സെൻറ്റേഴ്സ് ആയിരുന്നു ഈ ഷോലാപ്പൂറും അതുപോലെ തന്നെ മധുരയും. ലേറ്റർ ഡ്യൂറിങ് ദ നാഷണൽ മൂവ്മെൻറ്റ് അത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നാഷണൽ മൂവ്മെൻറ്റ് തുടങ്ങി. മഹാത്മാഗാന്ധി ഏർജ് പീപ്പിൾ ടു ബോയ്ക്കോട്ട് ഇമ്പോർട്ടഡ് ടെക്സ്റ്റൈൽസ് ബ്രിട്ടനിൽ നിന്ന് വന്ന ഇറക്കുമതി ചെയ്ത വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് പറഞ്ഞു മഹാത്മാഗാന്ധി. ഹാൻഡ് സ്പൺ ആൻഡ് ഹാൻഡ് വൂവൺ ക്ലോത്ത് ഖാദി ഗ്രാജുവലി ബിക്കെയിം സിമ്പിൾ ഓഫ് നാഷണലിസം. ഖാദി ധരിക്കണം, അല്ലെങ്കിൽ കൈകൊണ്ട് നെയ്തെടുത്ത ഖാദി ഒരു നാഷണലിസത്തിൻ്റെ സിമ്പിളായി മാറി. ചർക്ക കെയിം ടു റെപ്രസെൻറ്റ് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ചർക്ക ഡെവലപ്പ് ചെയ്തു വന്നു. ആൻഡ് ഇറ്റ് വാസ് പുട്ട് അറ്റ് ദ സെൻറ്റർ ഓഫ് ട്രൈക്കളർ ഫ്ലാഗ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഡോപ്റ്റഡ് ഇൻ 1931. 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫ്ലാഗിൽ അതിൻ്റെ നടുക്കിൽ നോക്കിയാൽ കാണാം ചർക്ക, ട്രൈക്കളർ ഫ്ലാഗിൻ്റെ നടുക്കിൽ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ചർക്കയും ഈ സ്പിന്നിങ്ങും വീവിങ്ങും എല്ലാം. It happened to weavers and spinners who lost their child. What happened to the weavers and spinners who lost their livelihood? അവരുടെ ജീവിതമാർഗം നഷ്ടപ്പെട്ട സ്പിന്നേഴ്സും വീവേഴ്സിനും അവർക്കെന്ത് പറ്റി? മെനി വീവേഴ്സ് ബിക്കെയിം അഗ്രികൾച്ചറൽ ലേബറേഴ്സ്. പലരും ഈ കൃഷിപ്പണിക്കാരായി മാറി. സം മൈഗ്രേറ്റഡ് ടു സിറ്റീസ് ഇൻ സെർച്ച് ഓഫ് വർക്ക്. ചിലർ സിറ്റികളിലോട്ട് ജോലിക്ക് വേണ്ടി അവർ മൈഗ്രേറ്റ് ചെയ്തു. ആൻഡ് യെറ്റ് അതേഴ്സ് went out of the country to work in plantations of Africa and South America. സൗത്ത് അമേരിക്കയിലും ആഫ്രിക്കയിലും പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യാനായിട്ട് അവർ രാജ്യത്ത് നിന്ന് തന്നെ പുറത്തു പോയി. ആൻഡ് സം ഓഫ് ദീസ് ഹാൻഡ്ലൂം വീവേഴ്സ് ഓൾസോ ഫൗണ്ട് വർക്ക് ഇൻ ന്യൂ കോട്ടൺ മിൽസ് ദാറ്റ് were established in Mumbai, അഹമ്മദാബാദ്, ഷോലാപ്പൂർ, നാഗ്പൂറും കാൺപൂറും അഹമ്മദാബാദും ഷോലാപ്പൂരിലും ബോംബെയിലൊക്കെ ഡെവലപ്പ് ചെയ്തു വന്ന എസ്റ്റാബ്ലിഷ് ചെയ്ത കോട്ടൺ മിൽസിലോട്ട് അവിടെ ജോലി ചെയ്യാനായിട്ട് ചിലർ അങ്ങോട്ട് പോയി. അതൊക്കെയാണ് ഈ ജോലി നഷ്ടപ്പെട്ട വീവേഴ്സും സ്പിന്നേഴ്സും ഒക്കെ ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.